ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ടോപ്പേഴ്സ് വേൾഡിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് 4ാം ക്ലാസ്സിലെ EVS യൂണിറ്റ് ടെസ്റ്റ് ആണ്. യൂണിറ്റ് 1 ആദ്യത്തെ ചാപ്റ്റർ ഓർഗാനിസംസ് ആൻഡ് സറൗണ്ടിങ്സിലെ യൂണിറ്റ് ടെസ്റ്റ്. അതായത് ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള, നിങ്ങൾക്ക് ക്ലാസ് ടെസ്റ്റിനാണെങ്കിലും ആനുവൽ എക്സാമിനാണെങ്കിലും എക്സാംസിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള യൂണിറ്റ് ടെസ്റ്റാണ്. എല്ലാവരും ഇതിൻ്റെ ഉത്തരങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഇതിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ആദ്യം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് അറ്റൻഡ് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസേഴ്സ് വേണമെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻ്റ് ഇടുക. നിങ്ങൾ ആൻസർ പറഞ്ഞിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആൻസറിൻ്റെ വീഡിയോ ലിങ്ക് നമ്മൾ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എന്താണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ വരുന്നത്? ഓർഗാനിസംസ് ആൻഡ് സറൗണ്ടിങ്സ്, ജീവജാലങ്ങളും പരിസരവും അല്ലേ, അതിൻ്റെ ചുറ്റുപാടും. അപ്പോൾ യൂണിറ്റ് ടെസ്റ്റാണ്, ഫസ്റ്റ് ചാപ്റ്റർ ആണ്, 4ാം ക്ലാസ് ആണ്. EVS ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻ പേപ്പറാണിത്. മലയാളം മീഡിയംകാരുടെയും നമ്മുടെ ചാനലിൽ ലഭ്യമാണ്. അപ്പം നമുക്ക് നോക്കിയാലോ. ക്ലാസ് 4 EVS ആക്ടിവിറ്റീസ് ആയിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യ ആക്ടിവിറ്റി, ആദ്യ ചോദ്യം, വാട്ട് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ഫിഷ് ദാറ്റ് ഹെൽപ്പ് ദം ലിവ് ഇൻ വാട്ടർ? എന്താണ് ചോദ്യം? ചോദ്യത്തിൻ്റെ മലയാളം ഞാൻ പറഞ്ഞു തരാം. മത്സ്യങ്ങൾ, അതായത് ഫിഷിൻ്റെ ഏത് സ്പെഷ്യൽ ആയിട്ടുള്ള അതിൻ്റെ ശരീരത്തിലെ ഫീച്ചേഴ്സ് ഉണ്ട്, അതിനെ വെള്ളത്തിൽ ജീവിക്കാൻ സഹായിക്കുന്ന അതിൻ്റെ ശാരീരിക ഘടന, സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് എഴുതേണ്ടത്. 2 ആൻസറുകൾ എഴുതണം. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ രണ്ടാമത്തെ ചോദ്യം വരുന്നത്, ഹൗ ഡു ദേ അറേഞ്ച് ദെയർ ഡയറക്ഷൻ? മീനുകൾ എങ്ങനെയാണ് വെള്ളത്തിൽ അവരുടെ ദിശ, ഡയറക്ഷൻ അറേഞ്ച് ചെയ്യുന്നത്? അടുത്ത ചോദ്യം, ഹൗ ആർ ദെയർ സ്കെയിൽസ് അറേഞ്ച്ഡ്? അതായത് ഇവരുടെ ശരീരത്തിൽ സ്കെയിലുകൾ ഉണ്ട്, ആ സ്കെയിൽസ് ഇവ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരുന്നത് ചോദ്യം. അടുത്ത ചോദ്യം, വിച്ച് പാർട്ട് ഓഫ് ദെയർ ബോഡി ഹെൽപ്സ് ദം ഇൻ ബ്രീത്ത്? ശ്വസിക്കാൻ മീനുകളെ, ഫിഷസിനെ സഹായിക്കുന്ന ബോഡി പാർട്ട് ഏതാണ്? 4 ചോദ്യങ്ങളാണുള്ളത്. 4 ചോദ്യത്തിൻ്റെയും ഉത്തരങ്ങൾ എല്ലാവരും എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി ചോദ്യങ്ങളിലേക്ക് പോകാം. ആക്ടിവിറ്റി 2ലും 4 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യ ചോദ്യത്തിന് 2 ഉത്തരങ്ങളാണ് വരേണ്ടത്. വാട്ട് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് കാക്ടസ് പ്ലാന്റ്സ്? കാക്ടസ് പ്ലാന്റ്സിന്റെ റൈറ്റ് എനി 2 സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് കാക്ടസ് പ്ലാന്റ്സ് ആണ് കേട്ടോ ക്വസ്റ്റ്യൻ. റൈറ്റ് എനി 2 മതി, എനി 2 സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് കാക്ടസ് പ്ലാന്റ്സ് ആണ് കേട്ടോ. കാക്ടസ് ചെടികളുടെ 2 സ്വാഭാവിക സവിശേഷതകൾ എഴുതുക. അടുത്ത ചോദ്യം, വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് ദെയർ സ്റ്റെം? കാക്ടസ് പ്ലാന്റ്സിന്റെ തണ്ടിന്റെ പ്രത്യേകത എന്തെന്നാണ് ചോദ്യം. അടുത്ത ചോദ്യം, വാട്ട് മേക്ക് ദം ഡിഫറെന്റ് ഫ്രം അതർ പ്ലാന്റ്സ്? വേറെ പ്ലാന്റ്സിൽ നിന്ന് കാക്ടസ് പ്ലാന്റ്സിനെ വ്യത്യസ്തമാക്കുന്നത് എന്താണ്? എന്താ ഡിഫറൻസ് ഉള്ളത് എന്നാണ് ചോദ്യം. അടുത്ത ചോദ്യം, അനദർ നെയിം ഓഫ് ഡെസേർട്ട് പ്ലാന്റ്സ്? വേറെ ഡെസേർട്ട് പ്ലാന്റ്സിന്റെ പേരുകൾ എഴുതുക കേട്ടോ. ആക്ടിവിറ്റി 3 ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. ബോഡി ഫീച്ചേഴ്സ് ദാറ്റ് ഹെൽപ്സ് ആൻ ഓർഗാനിസംസ് ടു സർവൈവ് ഇൻ ഇറ്റ്സ് എൻവയോൺമെന്റ്. വാട്ട് ഈസ് നെയിം ഓഫ് ദി പ്രോസസ്സ്? അപ്പോൾ ഒരു ഓർഗാനിസത്തിന്റെ ബോഡി ഫീച്ചേഴ്സ്, അതിൻ്റെ ചുറ്റുപാടുകളുമായിട്ട് പൊരുത്തപ്പെട്ട് സർവൈവ് ചെയ്യാൻ അതിനെ സഹായിക്കുന്ന ബോഡി ഫീച്ചേഴ്സ്. അപ്പോൾ അങ്ങനെ അതിനെ എബിളാക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്, ആ പ്രോസസ്സിന്റെ പേര് എഴുതുക. അടുത്ത ചോദ്യം, റൈറ്റ് എനി 1 അഡാപ്റ്റേഷൻസ് ഓഫ് ഫോളോയിങ് ആനിമൽസ്? താഴെ തന്നിരിക്കുന്നവയുടെ ഏതെങ്കിലും ഒരു അഡാപ്റ്റേഷൻ എഴുതണം. ഫ്രോഗിൻ്റെ അഡാപ്റ്റേഷൻ എങ്ങനെയാണ്, വാട്ടർ ലില്ലി എങ്ങനെയാണ്, ടോർട്ടോയ്സ് എങ്ങനെയാണെന്ന് നിങ്ങൾ എഴുതണം. നിങ്ങൾ വേറെ അഡാപ്റ്റേഷൻസും പഠിച്ചിട്ടുണ്ട്, അപ്പോൾ അഡാപ്റ്റേഷൻസ് ഒക്കെ നന്നായിട്ടൊന്ന് പഠിക്കണം. അടുത്ത 3ാമത്തെ ചോദ്യമാണ്, റൈറ്റ് എനി 3 അഡാപ്റ്റേഷൻസ് ഓഫ് കങ്കാരു റാറ്റ്? കങ്കാരു റാറ്റിൻ്റെ 2 അഡാപ്റ്റേഷൻസ്, എനി 3 ആണ് കേട്ടോ, 3 അഡാപ്റ്റേഷൻസ് എഴുതണം. അടുത്തത് ആക്ടിവിറ്റി 4 ആണ്. അതിൽ നമ്മൾ 3 ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാർക്സ് സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്.
ആദ്യ ചോദ്യം വരുന്നത് ഡിഫൈൻ ഹാബിറ്റാറ്റ് ആൻഡ് റൈറ്റ് എനി 2 എക്സാമ്പിൾസ് ഫോർ ഹാബിറ്റാറ്റ്. എന്താണ് ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞാൽ ഹാബിറ്റാറ്റിന് 2 എക്സാമ്പിൾസ് എഴുതുക. 3 മാർക്കാണ്. ഹാബിറ്റാറ്റിൻ്റെ ഡെഫിനിഷൻ 1 മാർക്കും 2 എക്സാമ്പിൾ എഴുതുന്നതിന് ഹാബിറ്റാറ്റിൻ്റെ ഡെഫിനിഷന് 2 മാർക്കും എക്സാമ്പിൾസിന് 1 മാർക്കും. രണ്ടാമത്തെ ചോദ്യം അതിൽ റൈറ്റ് ദ ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ഇൻ എ പോണ്ട്. അപ്പോൾ ഒരു കുളം, ഒരു പോണ്ടിലുള്ള ജീവനുള്ള വസ്തുക്കളും ജീവനില്ലാത്ത വസ്തുക്കളുടെയും പേര് എഴുതുക. ലിവിങ് തിങ്സിൻ്റെ പേരുകൾ എഴുതുക, നോൺ ലിവിങ് തിങ്സിൻ്റെ പേരുകളും എഴുതുക. അടുത്ത ചോദ്യം റൈറ്റ് ദ നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ് ഹാബിറ്റാറ്റ്സ്. നാച്ചുറൽ ഹാബിറ്റാറ്റിൻ്റെയും മാൻമെയ്ഡ് ഹാബിറ്റാറ്റ്സിൻ്റെയും പേരുകൾ എഴുതുക. നാച്ചുറൽ ഹാബിറ്റാറ്റ് ആൻഡ് മാൻമെയ്ഡ് ഹാബിറ്റാറ്റ്. നാച്ചുറൽ ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞാൽ പൊതുവെ ഓൾറെഡി ഉള്ളതാണ്. നാച്ചുറൽ ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ്, പോണ്ട്, സീ, ഇതെല്ലാം നാച്ചുറൽ ഹാബിറ്റാറ്റ് ആണ്. മാൻമെയ്ഡ് ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യണതാണ്. ഇപ്പോൾ സൂ, അതുപോലെ തന്നെ നാഷണൽ പാർക്കുകൾ, അതൊക്കെ നമ്മൾ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഒക്കെ മനുഷ്യനിർമ്മിതമല്ലേ, അങ്ങനത്തെ എല്ലാം മാൻമെയ്ഡ് ഹാബിറ്റാറ്റ് ആയിരിക്കും. നിങ്ങളത് അക്വേറിയം ഒക്കെ മാൻമെയ്ഡ് ഹാബിറ്റാറ്റ് ആണ്. നിങ്ങളതൊന്ന് എഴുതുക കേട്ടോ, ഏതാണെന്നുള്ളത്. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾസ് ആണ് പറഞ്ഞത്. അപ്പോൾ അത് തന്നെ ആവണമെന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയാണ് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ആൻസർ പറഞ്ഞത്. നിങ്ങൾക്കറിയാവുന്നത് നിങ്ങൾ ചേർത്ത് എഴുതുക കേട്ടോ. 2 മാർക്കാണ് വരുന്നത്. ആക്ടിവിറ്റി 5 ആണ് ആദ്യ ചോദ്യം. 2 മാർക്കിൻ്റെയാണ്. വാട്ട് ഇസ് എക്കോസിസ്റ്റം? എന്താണ് എക്കോസിസ്റ്റം എന്ന് എഴുതുക. 2 മാർക്കാണ്. വിശദീകരിച്ച് എഴുതാൻ ശ്രമിക്കുക. 2 വാട്ട് ഇസ് ഇൻ്റർ ഡിപ്പെൻഡൻസ് ഇൻ എക്കോസിസ്റ്റം? എക്കോസിസ്റ്റത്തിൽ ഇൻ്റർ ഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് എഴുതേണ്ടത്. 3ാമത്തെ ചോദ്യം വാട്ട് ആർ ദ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ദാറ്റ് ആർ ഹാംഫുൾ ടു ദ എക്കോസിസ്റ്റം? എക്കോസിസ്റ്റത്തിന് ദോഷമായിട്ടുള്ള മനുഷ്യൻ്റെ ആക്ടിവിറ്റീസ് എന്തൊക്കെ എന്നുള്ളത് എഴുതണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ മസ്റ്റായിട്ട് പഠിച്ചു വെക്കേണ്ടതാണ് ആദ്യ ചാപ്റ്ററിൽ നിന്ന്. എന്തായാലും നിങ്ങളതൊന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ മസ്റ്റായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ദെൻ എഗൈൻ എന്ത് ചെയ്യുക, ടെസ്റ്റ് പേപ്പർ അറ്റൻഡ് ചെയ്ത് നോക്കുക. ആക്ടിവിറ്റി 6 ആണ് ആദ്യ ചോദ്യം. വിച്ച് ക്രിയേച്ചർ ഈസ് കോൾഡ് എസ് ഫ്രണ്ട്സ് ഓഫ് ഫാമേഴ്സ്? കർഷകന്റെ മിത്രം എന്നറിയപ്പെടുന്ന ജീവി ഏതാണ്? 2 വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് വിച്ച് പൊല്യൂട്ട് ദ സോയിൽ? സോയിലിനെ പൊല്യൂട്ട് ചെയ്യിപ്പിക്കുന്ന, മലിനീകരിക്കപ്പെടുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? 3 റൈറ്റ് ഡൗൺ ദ ഹാംഫുൾ ഇഫക്ട്സ് ഓഫ് എയർ പൊല്യൂഷൻ. എയർ പൊല്യൂഷൻ്റെ ദോഷകരമായിട്ടുള്ള ഇഫക്ട്സ് എന്തൊക്കെയാണ്? 4 വിച്ച് സർക്കംസ്റ്റൻസസ് ഡസ് വാട്ടർ ഗെറ്റ് പൊല്യൂട്ടർ? വെള്ളം മലിനീകരിക്കപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഏതൊക്കെയെന്നാണ്. അടുത്തത് ഹൗ ഡസ് വാട്ടർ പൊല്യൂഷൻ അഫക്ട് ലിവിങ് തിങ്സ് ആൻഡ് ഹ്യൂമൻസ്? ലിവിങ് തിങ്സിനെയും മനുഷ്യനെയും എങ്ങനെയാണ് വാട്ടർ പൊല്യൂഷൻ ബാധിക്കുക, അഫക്റ്റ് ചെയ്യുക എന്നാണ് കേട്ടോ. എല്ലാത്തിൻ്റെയും മലയാളവും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. മലയാളം മീഡിയംകാരാണ് കാണുന്നതെങ്കിലും നിങ്ങൾക്കും ഇത് ഉപകാരപ്പെടും. ആക്ടിവിറ്റി 7 വാട്ട് ഇസ് നാച്ചുറൽ ഡിസാസ്റ്റർ? റൈറ്റ് എനി 2 എക്സാമ്പിൾസ് ഓൾസോ. എന്താണ് നാച്ചുറൽ ഡിസാസ്റ്റർ? അതിന് 2 എക്സാമ്പിൾസും എഴുതുക. അടുത്ത ചോദ്യം മേക്ക് എ പോസ്റ്റർ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് എക്കോസിസ്റ്റം. അപ്പോൾ എക്കോസിസ്റ്റത്തിൻ്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കുക. അപ്പോൾ 1ഉം 2ഉം ആക്ടിവിറ്റി 7ൽ 1ഉം 2ഉം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും മസ്റ്റായിട്ട് വായിച്ച് ഉത്തരങ്ങൾ എഴുതുക. ഉത്തരങ്ങൾ എഴുതിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ദെൻ ഒന്ന് കമൻറ്റ് ചെയ്യുക, ആൻസർ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ആൻസർ നമ്മൾ ചെയ്ത വീഡിയോൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ തുടർന്നും നമ്മുടെ ചാനൽ വാച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാ ക്ലാസ്സുകളും അതിൻ്റെ ടെസ്റ്റ് പേപ്പറുകളും മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറുകളും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.